ഹലോ ഹലോ, നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ചൂടാണേ പൊള്ളുന്നേ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ കുറേ ദിവസം നല്ല മഴ പെയ്തു. ഇന്നലെ നല്ല ചൂടായിരുന്നു. ഇന്ന് ഇച്ചിരി ഓവർകാസ്റ്റ് ആണ്. സോ നത്തിങ് ടു കംപ്ലെയിൻ, സന്തോഷമായിട്ട് പോകുന്നു. ആം, ഞാൻ ഉച്ചയ്ക്കൊന്ന് ഒരു ചെറിയ നാപ്പ് കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. അപ്പോൾ എൻ്റെ കെട്ടിയോൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കാപ്പി കുടിക്കുന്ന ഒരു ശീലമുണ്ട്. പുള്ളി കാപ്പി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ഒരു കൺകോക്ഷൻ ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കിത് എടുത്ത് ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, എൻ്റെ കാപ്പി റെഡിയായി. എങ്ങനെയുണ്ട് ഈ സ്നേഹമുള്ള ഭർത്താക്കന്മാർ എന്ന് പറയുമ്പോൾ ഓ എപ്പോഴും അത് മരം ചുറ്റുപോലെയൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ കയറി തപ്പിയൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ ഉള്ളതാണ്. എൻ്റെ പേര് അഞ്ജു. ഞാനങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. 19 വർഷം ജീവിച്ചതിൻ്റെ അനുഭവ സമ്പത്ത് അത് നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നു. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടാലോ എന്നതാണ് എൻ്റെ ഒരു ചിന്ത. അതാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ശരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഇസ് അബൌട്ട് ദ മോഡലിംഗ് ഇൻഡസ്ട്രി ഇൻ കേരള. എഗെയിൻ ലെറ്റ് മീ ടെൽ യു, ഞാൻ സാധാരണ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ളത് തന്നെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ എന്നില്ല. എല്ലാവരുടെയും അനുഭവം എൻ്റെ അനുഭവം പോലെ ആകണം എന്നില്ല. ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെല്ലാം, അതിൻ്റെ എല്ലാ കിടപ്പുവശവും എന്നൊന്നും ഞാൻ വാശി പിടിക്കത്തില്ല. കാരണം എനിക്ക് തെറ്റ് പറ്റാം. ഒരു പക്ഷേ എന്നെക്കാട്ടിൽ അനുഭവം ഉള്ളവർ വന്നിട്ട് ചിലപ്പോൾ പറയുമായിരിക്കും, അങ്ങനെയൊന്നും അല്ല അഞ്ജു, ഞങ്ങൾ ഈ ഫീൽഡിൽ കുറേ നാളായിട്ടുള്ളത് അങ്ങനെയല്ല എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് വാലിഡ്. എനിക്ക് എൻ്റെ കൊച്ചനുഭവത്തിലുള്ള കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഫാമിലി ആയിട്ട് UK കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 8 മാസത്തെ അനുഭവമേ എനിക്ക് കേരളത്തിലെ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ UK ഞങ്ങൾ ആക്ടേഴ്സ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒക്കെ ചെറിയ തോതിൽ ആക്ടിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. സോ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ, വീൽ ഹാവ് ടു കീപ്പ് ഇറ്റ് ഓൺ ഹോൾഡ്. കാരണം ഇവിടെ എങ്ങനെ ജോലി കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല, നമ്മളെ ആർക്കും അറിയത്തില്ല. ഇവിടെയൊക്കെ ഭയങ്കര പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാടാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ തന്നെയാണെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. സോ ആൾക്കാരെ അറിയണം, കോണ്ടാക്ട്സ് വേണം, അതൊക്കെ വഴിയാണ് നമുക്ക് ജോലി കിട്ടുന്നത്. ഞങ്ങൾ വരത്തന്മാരായിട്ട് വന്നതല്ലേ, നമുക്കിവിടെ കോണ്ടാക്ട്സും ഇല്ല, ആൾക്കാരെയും അറിയത്തില്ല, നമുക്ക് എങ്ങനെ ജോലി കിട്ടാനാണ്? സോ ഒന്നും കിട്ടത്തില്ല എന്ന ഒരു രീതിയിലാണ് നമ്മൾ വന്നത്. വി ഹാഡ് കൈൻഡ് ഓഫ് ഇമോഷണലി ആക്സെപ്റ്റഡ് ഒരു 2 വർഷത്തേക്ക് നമുക്കിനി പണിയൊന്നും കിട്ടത്തില്ല, തിരിച്ചു വന്നാലും ഇനിയിപ്പം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരുമായിരിക്കും, നമ്മുടെ പഴയ എക്സ്പീരിയൻസ് ഒന്നും പിന്നെ വാലിഡ് അല്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് വർഷങ്ങൾ പുറകിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, ലുക്മാൻസ് മോഡൽ മാനേജ്മെൻറ്റ്. ലുക്മാനുമായിട്ട് ഞാൻ അപ്പോൾ ഇപ്പോൾ ഒക്കെ കോണ്ടാക്ട് കീപ്പ് ചെയ്തിരുന്നു. എൻ്റെ മൂത്ത മോള് എലിയാന ലുക്മാനു വേണ്ടി കുറച്ച് വോയിസ് ഓവേഴ്സൊക്കെ ചെയ്തു കൊടുത്തിരുന്നു ഇൻ ദ ഇൻറ്ററിം പീരീഡ്. സോ അങ്ങനെ ഒരു കോണ്ടാക്റ്റ് അവിടെ കിടന്നിരുന്നു. വന്ന ഉടനെ ഞാൻ ലുക്മാനെ അറിയിച്ചു, ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിവേസ് ഞങ്ങൾ വന്ന് ആദ്യം താമസിയാതെ തന്നെ ലുക്മാൻ വിളിച്ചു ഗ്രാൻഡ് ഹയാത്തിലെ ഒരു ജോലിക്ക് വേണ്ടി. ദാറ്റ് വാസ് എ കൊളാബ് ജോബ്. പെയ്ഡ് വർക്കൊന്നും ആയിരുന്നില്ല, പക്ഷെ ഒരു ജോലിയും കിട്ടത്തില്ല എന്ന് വിചാരിച്ച് വന്ന ഞങ്ങൾക്ക് ദാറ്റ് വാസ് ലൈക്ക് എ ഫാൻറ്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇറ്റ് വാസ് എ റിയലി ഗുഡ് വർക്ക്. എനിക്ക് കിട്ടിയില്ല, എന്നെ അവർക്ക് വേണ്ടായിരുന്നു. ഷോണിനെയും പിള്ളേരെയും അവർ യൂസ് ചെയ്തു ആൻഡ് ദേ ഹാഡ് ആൻ അമേസിങ് ടൈം. ഇറ്റ് വാസ് എ ഗുഡ് വർക്ക്. ഗ്രാൻഡ് ഹയാത്തിൻ്റെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അവരുടെ ഓണം ഷൂട്ട് തപ്പിയാൽ അവിടെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ ഞാൻ ഇവിടെ അതിൻ്റെ ഒരു ലിങ്കും ഇടാം. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ജോബ് വി ഡിഡ് വെൻ വി കെയിം ഹിയർ. സോ നമുക്കൊരു പ്രതീക്ഷയുണ്ടായി ആ ജോലി ചെയ്തപ്പോൾ. ഗ്രാൻഡ് ഹയാത്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇനിയിപ്പോൾ ലുക്മാൻ വഴിയേ നമുക്ക് ജോലി കിട്ടത്തുള്ളായിരിക്കും
എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് അജീഷ് എം വേളൂർ എന്ന് പറഞ്ഞിട്ട് ഒരു കാസ്റ്റിംഗ് ഏജൻറ്റ്, അദ്ദേഹത്തെ ഞാൻ എവിടെയാണ് പരിചയപ്പെട്ടത് എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇൻസ്റ്റഗ്രാമിലോ വല്ലതും ആയിരിക്കും. ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന കാസ്റ്റിങ്സ് എല്ലാം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. അജീഷാണ് ഞങ്ങളെ അയ്യോ എന്താണ് എൻ്റെ പേര്, ഗൃഹലക്ഷ്മിയോ അല്ല, മാതൃഭൂമിയുടെ ആരോഗ്യം മാഗസിൻ്റെ കവർ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അജീഷാണ് ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ അത് ഞങ്ങൾക്ക് കിട്ടി. ആൻഡ് ദാറ്റ് വാസ് അഗെയിൻ അനദർ അൺപെയ്ഡ് വർക്ക്. സോ വി വർ ഹാപ്പി. എന്തൊക്കെയോ എവിടെ നോക്കിയോ കിട്ടുന്നു. ഇതുകൊണ്ട് നമുക്ക് വരുമാനമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ വി വർ ഹാപ്പി. ബിക്കോസ് ഈ ആക്ടിങ് മോഡലിങ് ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആൻഡ് നത്തിങ് എൽസ് ക്യാൻ റീപ്ലേസ് ഇറ്റ്. നമുക്ക് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കാശില്ലാതെയും പണിയെടുക്കും. ഇഫ് യു ആർ എൻ ആക്ടർ ഓർ എ മോഡൽ യു വുഡ് നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. സോ നമ്മൾ ഹാപ്പി ആയിരുന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താണ് കിട്ടിയത്? അങ്ങനെ ഇരിക്കുമ്പോൾ ജോസ് ആലൂക്കാസും കിട്ടി. അതൊക്കെ ഈ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന കാസ്റ്റിംഗ് കോൾസിൽ റെസ്പോണ്ട് ചെയ്താണ് കിട്ടിയത് കേട്ടോ. ജോസ് ആലൂക്കാസ് കിട്ടി. അത് നമ്മുടെ മൂത്ത 2 മക്കൾക്കായിരുന്നു, എലിയാന ആൻഡ് ഷെഖാന. ആൻഡ് ദാറ്റ് വാസ് ഫാൻറ്റാസ്റ്റിക്. ബിക്കോസ് അതിൽ വലിയ സ്ക്രീൻ പ്രസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് ദുൽഖർ സൽമാൻ്റെ കൂടെ, ആൻഡ് ദാറ്റ് വാസ് എ പെയ്ഡ് ജോബ്. സോ അതുവഴി നമ്മൾ മേബിൾ എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഏജൻറ്റ് വഴിയാണ് ആ ജോലി കിട്ടിയത്. ആൻഡ് ഒത്തിരി ടാലൻ്റ് ഉള്ള ഒരു സെറ്റായിരുന്നു അത്. സോ വി തറലി എൻജോയ്ഡ് ഇറ്റ്. അന്ന് പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്ത വേദ ശങ്കർ ആണ് വാഴ 2-ൽ ഷീസ് ഡൂയിങ് എ വെരി ഗുഡ് റോൾ. സോ നിങ്ങൾ വാഴ 2 കാണാൻ പോകുന്നുണ്ടെങ്കിൽ കീപ്പ് എൻ ഐ ഔട്ട് ഫോർ വേദ ശങ്കർ ഈസ് എൻ അമേസിങ് ടാലൻറ്റ്. കൊച്ചാണ്, നമ്മുടെ എലിയാനെക്കാട്ടി കുറച്ചും കൂടിയേ ഉള്ളൂ. ബട്ട് സീ വാട്ട് ഷീ ഹാസ് അച്ചീവ്ഡ്. സോ അങ്ങനെ പിന്നെ നല്ല ഡാൻസേഴ്സ്, എനിക്കെല്ലാവരും പേരൊന്നും ഓർമ്മയില്ല. അതുപോലെ ഒരു വോയിസ് ആക്ടർ ചിത്ര, അങ്ങനെ ഒരുപാട് പേരെ അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടു. ഈ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ ഞാൻ ഇവരെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ആഡ് ചെയ്യും. ഞാൻ UK യിലായിരുന്നപ്പോൾ ഇൻസ്റ്റഗ്രാം വാസ് ലൈക്ക് അവിടെ ഒരെണ്ണം ഇരുന്നോട്ടെ എന്ന് കരുതി സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ്. ഞാൻ വളരെ ആക്റ്റീവൊന്നും ആയിരുന്നില്ല. ഐ ആം ദ വൺ ഹു മാനേജസ് ദ എൻറ്റയർ ഫാമിലീസ് ആക്ടിങ് കരിയർ. 5 പേരുടെയും ആക്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാസ്റ്റിങ്ങിന് അപ്ലൈ ചെയ്യുന്നത്, ഏജൻസുമായിട്ട് സംസാരിക്കുന്നത്, ജോലി ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. ഓഫ് കോഴ്സ് ഐ ചെക്ക് വിത്ത് ഷോൺ, ബിക്കോസ് ഷോണിന് മനസ്സുണ്ടെങ്കിലല്ലേ ഷോൺ ചെയ്യത്തുള്ളൂ. സോ ഇതിൻ്റെ പൈസ ഫോളോ അപ്പ് ചെയ്യുന്നത് ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. ഇവരുടെ ബാങ്ക് ബാലൻസസ്, ഇവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം 5 പേരുടെയും ആക്ടിങ് ഫീൽഡിലുള്ള മാനേജർ ഞാൻ തന്നെയാണ്. സോ ജോസ് ആലൂക്കാസ് വാസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അപ്പോഴത്തേക്കൊക്കെ നമുക്ക് ഭയങ്കര ത്രില്ലാവാൻ തുടങ്ങി. ജോസ് ആലൂക്കാസ് വാസ് എ ഫസ്റ്റ് പെയ്ഡ് ജോബ്, നമ്മുടെ പിള്ളേർക്ക് കിട്ടിയ ആദ്യത്തെ പെയ്ഡ് ജോബായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഫാൻറ്റാസ്റ്റിക്. എന്താ മാറി നിന്ന് മിണ്ടാത്തേ എന്നുള്ള പിണക്കം ഇപ്പം തീർന്നില്ലേ? ഞാനും മേടിച്ചു ഒരു ഗുട്ടൻസ്. കഴിഞ്ഞ 2-3 വീഡിയോ ഞാൻ ഈ ഗുട്ടൻസ് വെച്ചുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ ഇന്നലെയാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ മാറി നിന്നൊന്നും ചെയ്തിട്ട് വോയിസ് അത്ര നല്ലതൊന്നും ആയില്ല. അപ്പം ഞാൻ വിചാരിച്ചേടാ, ഇത് നല്ല വിലയുള്ള സാധനമാണ്. ലാർക്ക് A1, ഹോളി ലാൻഡ് ലാർക്ക് A1, നൈസ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടും എൻ്റെ വീഡിയോയുടെ സൗണ്ട് അത്ര അങ്ങോട്ട് നല്ല ആവുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇന്നലെ ഇത് എടുത്തു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഓൺ ചെയ്യണമായിരുന്നു. ആരും കേട്ടില്ല. ഞാൻ നെഞ്ചത്തെ സാധനമൊക്കെ ഫിറ്റ് ചെയ്തു, പക്ഷേ ഓൺ ചെയ്യാതെയാണ് വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ ഇന്നലെയാണ് മനസ്സിലാക്കിയത് ഇതിൽ 1 തട്ടിയാൽ ഇത് ഓണാകും, 2 തട്ടിയാൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടാകും.
അങ്ങനെ ഏതാണ്ടൊക്കെ ഇതിന് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഇൻ കേസ് യു ആർ ഇൻട്രസ്റ്റഡ്. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ മൈക്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്നും ഞങ്ങൾക്ക് പ്രാക്ടിക്കലി കൺവീനിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും അത്ര അങ്ങോട്ട് വർക്ക് ചെയ്തില്ലായിരുന്നു. ആൻഡ് ദിസ് വൺ ഈസ് കൺവീനിയൻറ്റ്. ഇപ്പം ഈ വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റി നല്ലതാണെങ്കിൽ then you can be kind of sure this is working എന്ന്. പിന്നെ ഞാൻ ഒത്തിരി മാറി അങ്ങോട്ട് നിൽക്കാത്തത്, ഞാൻ അങ്ങ് ഇരുണ്ടു പോകുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് കറുത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആക്ച്വലി നല്ല ഇച്ചിരി കാപ്പി കൂടിപ്പോയ കട്ടൻ കാപ്പിയുടെ കളറാണ്. കട്ടൻ കാപ്പിയുടെ അല്ല, പാലൊഴിച്ച കാപ്പി ഇച്ചിരി കാപ്പിപ്പൊടി കൂടിപ്പോയാലുള്ള കളറല്ലേ, അതാണ് എൻ്റെ കളറ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നേ ഉള്ളൂ. കാരണം ഈ കളർ വെച്ചിട്ടാണ് എനിക്ക് UK ചടപടാന്ന് പണി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പണി കിട്ടുന്നില്ല. പീപ്പിൾസ് പെർസെപ്ഷൻസ് ആർ ഡിഫറെൻറ്റ്. സോ what do we do? ഇപ്പോൾ UK മോഡലിംഗ് ഇൻഡസ്ട്രിയും കേരളത്തിലെ മോഡലിംഗ് ഇൻഡസ്ട്രിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ ദ മേജർ ഡിഫറൻസസ്, UK നമുക്ക് ഈ നെറ്റ്വർക്കിങ്ങും പരിചയക്കാരും മേ ബി ഇൻ ദ ഹയർ ലെവൽ അങ്ങനെ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങളുടെ ഒന്നും ലെവലിൽ അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ സ്പോട്ട്ലൈറ്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ ഈ സ്പോട്ട്ലൈറ്റ് വഴിയാണ് മിക്ക നല്ല ജോലികളും വരുന്നത്. ദേ ലുക്ക് at your profile and then അവർക്ക് താല്പര്യമാണെങ്കിൽ they'll call you. അല്ലാതെ നമ്മൾ എല്ലാവരെയും ആയിട്ടുള്ള കണക്ഷൻസോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാക്കുന്ന ഹൈപ്പോ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പരിചയങ്ങളും കണക്ഷൻസും നെറ്റ്വർക്കിങ്ങും ഒക്കെ വെച്ചിട്ടാണ് ജോലി കിട്ടുന്നത്. പക്ഷെങ്കിൽ അത് പറയുമ്പോൾ തന്നെ ഓൺ ദ അതർ സൈഡ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കാസ്റ്റിംഗ് കോൾസ് വരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ജസ്റ്റ് കാസ്റ്റിംഗ് കോൾ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിൻ്റെയും ഏജൻസിൻ്റെയും ഒക്കെ അക്കൗണ്ട്സ് പൊങ്ങി വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഹൗ ഐ മെയ്ഡ് കണക്ഷൻസ്. I cannot even say connections because ഞാൻ ഇവരോടൊന്നും സംസാരിച്ചിട്ടില്ല. ഒരു കാസ്റ്റിംഗ് കോൾ വരുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അവർക്ക് നമ്മളെ താല്പര്യമാണെങ്കിൽ അവർ വിളിക്കുന്നു, അങ്ങനെയുള്ളതേ ഉള്ളൂ. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അത്യാവശ്യം വേണ്ടിയതാണ് ഫോട്ടോസ്, നല്ല ഫോട്ടോസ്. ആൻഡ് ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ ഡോണ്ട് ഹാവ് എനി. എനിക്കിനിയിപ്പോൾ പോയി നല്ല ഫോട്ടോസ്, റീസെൻറ്റ് ഫോട്ടോസ് എടുക്കണം. കാരണം ഇന്നലെ ഒരു കാസ്റ്റിംഗ് കമ്പനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷെയാനയുടെ ഒരു ഫോട്ടോ അയച്ചിരിക്കുന്നത് പഴയതാണല്ലോ എന്ന്. അവർക്കത് പിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ എപ്പോഴും കാണുന്ന കൊച്ചല്ലേ, അതുകൊണ്ടായിരിക്കും എനിക്കത് അത്ര പിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നേരായിരുന്നു, ഒരു ഫോട്ടോ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് 6 മാസം മുമ്പ് എടുത്തതാണ്. പക്ഷേ അത് അവരുടെ കണിക്കൂടെ നോക്കിയപ്പോൾ ഈ 6 മാസത്തെ ഗ്രോത്ത് അവർക്ക് കാണാൻ പറ്റി. സോ റീസെൻറ്റ് ഫോട്ടോസ് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ കുറേ ഇൻഫർമേഷൻസ് ചോദിക്കും. അത് പലരും പല സൈസ് ഇൻഫർമേഷനാണ് ചോദിക്കുന്നത്. പക്ഷെ പേര്, ഏജ്, ലൊക്കേഷൻ, മെയിൻ ഇൻഫർമേഷൻ അത് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ തിരിച്ചു വിളിക്കും, അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചോളും. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു അപ്ലൈ ഇസ് നല്ല ഫോട്ടോസ്. അതും ഇപ്പം UK കൈൻഡ് ഓഫ് ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് ഫോട്ടോസ് പോലെ ഒരു 5 ഫോട്ടോസ് ഉണ്ടെങ്കിൽ കാര്യം ഡൺ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സാരി എടുത്തുള്ള ഫോട്ടോ വേണം, വെസ്റ്റേൺ ഇട്ടുള്ള ഫോട്ടോ വേണം, ചുരിദാർ ഇട്ടുള്ള ഫോട്ടോ വേണം. അങ്ങനെ പല സൈസ് ഫോട്ടോസ് കണ്ടാലേ അവർക്കൊരു സന്തോഷമുള്ളൂ. സോ വെൽ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. പിന്നെ ദിസ് ഈസ് അനദർ തിങ് ദാറ്റ് ഈസ് വെരി കോമൺ. ഐ മീൻ UK ഇവിടെ ആയാലും കോമൺ ആയിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഇൻഡസ്ട്രി ഷോർട്ട് നോട്ടീസ് ആണ്. അവർ നമ്മളിങ്ങനെ നിൽക്കുമ്പം വിളിച്ചിട്ട് പറയും, അയ്യോ ഒരു ജോബ് വന്നിട്ടുണ്ട്, ഇന്ന ദിവസം നിങ്ങൾ അവൈലബിൾ ആണോ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ പറയും. നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചകചകചകാന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്നാണ്. സോ ഒരു ഫുൾ ടൈം ജോലിയുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും നമുക്ക് ഫുൾ ടൈം ജോലി ഉണ്ട്, നമ്മൾക്ക് ഇങ്ങനെ അവർ വിളിച്ച ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റുകയില്ലാത്തവരാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടും. ബിക്കോസ് ഇവിടെ എല്ലാം ചകചകചകചാന്നാണ് നടക്കുന്നത്. എനിക്ക് ഈ ഷോർട്ട് നോട്ടീസ് സത്യം പറഞ്ഞാൽ നല്ല പരിചയമായി കഴിഞ്ഞു. കാരണം നമ്മൾ 2018 മുതൽ 2018 മുതൽ 12 അല്ല
18 മുതൽ ഈ ഫീൽഡിലായതുകൊണ്ട് ഈ ഫീൽഡ് ഷോർട്ട് നോട്ടീസ് ആണെന്നും ഒക്കെ എനിക്ക് നല്ല ബോധ്യമായി കഴിഞ്ഞു. ആൻഡ് ഐ എം പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. എനിക്ക് ആ ഒരു സിസ്റ്റത്തിൽ ഞാൻ ഓക്കെ ആയി. പക്ഷെ ഷോണിന് എപ്പോഴും ഷോൺ ചോദിക്കും, അയ്യോ അങ്ങനെ ഇങ്ങനെ ഹൗ ക്യാൻ ദേ എക്സ്പെക്ട് അസ് ടു ഡു തിങ്സ് സോ ഫാസ്റ്റ് എന്ന്. പക്ഷേ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. മേ ബി അത് ഇത്ര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കുന്നത്. കാരണം നമ്മൾ അവർ പറയുന്ന ഒരു സാധനം കൊടുക്കാൻ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പിനിടെ ശരിക്കും ഒരു കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിന് എത്ര ആപ്ലിക്കേഷൻസ് കിട്ടുമെന്ന് അറിയാമോ? തൗസൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ അവർ ആദ്യം കിട്ടുന്നത് അവരങ്ങ് നോക്കും. ആദ്യം കിട്ടുന്ന ആൾക്കാർ അവരുടെ പ്രൊഫൈലിന് ആ ഒരു റിക്വയർമെൻറ്റിന് ഫിറ്റാകുന്ന ആൾക്കാരാണെങ്കിൽ അവരങ്ങ് എടുക്കും. നമ്മൾ ഇച്ചിരി ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് ചെയ്യാമേ എന്ന് വിചാരിക്കുന്നവർ ചിലപ്പം ആ ബാത്റൂമിൽ പോയ ഗ്യാപ്പിൽ വേറെ ആള് ഫിറ്റിലായി പോയി കാണും. ഐ ഡോണ്ട് നോ, ബട്ട് that is kind of how it works, and it's just a rhythm. It's a rhythm of the industry, the chaos of the industry. അതിപ്പോൾ നമ്മൾ അത് അങ്ങനെയാണ്, അത് മാറ്റാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. Another thing is, ഇപ്പം നമ്മൾക്ക് again comparison UK and Kerala comparison ഞാൻ ചെയ്താൽ, ഇപ്പം UK നമ്മൾക്ക് ഒരു ജോലി വരുക, ഒരു ഓപ്പണിംഗ് വന്നാൽ അവർ ആദ്യമേ തന്നെ എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് പറയും. ഇതിന്ന ബ്രാൻഡിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനത്തെ ആൾക്കാരെയാണ് ആവശ്യമുള്ളത്, ഇന്ന ഡേറ്റിലാണ് ഷൂട്ട്, ഇന്നതാണ് അതിൻ്റെ പേ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ, അതാണ് അവരുടെ ഒരു രീതി. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു കോൾ വന്നു. ഞാൻ അവരെ തിരിച്ചു വിളിച്ചു. ബിക്കോസ് ഞങ്ങൾ നാളെ ആക്ച്വലി വർക്കല വരെ ഒന്ന് പോയാലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പം Airbnb ബുക്ക് ചെയ്യാൻ ഇങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ മെസ്സേജ് വന്നത്. അപ്പോൾ Airbnb വർക്കല പോകണോ, ജോലി കിട്ടിയത് ചെയ്യണോ എന്നുള്ള ഒരു ചിന്ത വന്നു. സോ ഞാൻ ഇവരെ വിളിച്ചു ചോദിച്ചു, ഏത് ബ്രാൻഡാ? ബിക്കോസ് നമുക്ക് വലിയ നല്ല ബ്രാൻഡൊന്നും അല്ല, അല്ലെങ്കിൽ ഒരു കൊച്ചു ജോലിയാണെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെച്ച് വർക്കല പോവാലോ. അപ്പം അവർ പറഞ്ഞു, മാം ഇറ്റ്സ് അൺഎത്തിക്കൽ ടു ഗിവ് യു ദ ഡീറ്റെയിൽസ് ബിഫോർ യു ആർ കൺഫേംഡ്. ബട്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ദാറ്റ് ഡസൻറ്റ് മേക്ക് മച്ച് സെൻസ് ടു മീ. ബിക്കോസ് അവർ നമ്മളെ ചൂസ് ചെയ്യണം. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്, അവരുടെ ജോലി അവർ അത് ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കും ഒരു ചോയ്സ് ഇല്ലേ? ഒരു ജോലി കിട്ടിയ ആ ജോലി നമുക്ക് വേണോ വേണ്ടയോ, നമുക്ക് പറ്റുന്നതാണോ അല്ലയോ, നമുക്ക് വർക്കല പോകണോ, ഈ ജോലി ചെയ്യണോ എന്നൊക്കെ ഉള്ള ഒരു ചോയ്സ് നമുക്കുമില്ലേ, ഒരു ഫ്രീഡം. ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. പക്ഷേ കേരളത്തിൽ അങ്ങനെയാണ്. അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സോ ഫാർ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ബട്ട് അതൊരു അബദ്ധമാണ് എന്ന് ഞാൻ പറയുമ്പോഴും ഓൺ ദ അതർ സൈഡ് മേ ബി ദാറ്റ് വാസ് എ ബ്ലെസ്സിങ്. എനിക്ക് ഐ എം സ്റ്റിൽ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. എഗെയിൻ ഇതേപോലെ നമ്മൾക്ക് ഒരു കോള് വന്നു, എലിയാന ഷഖാന അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു വന്നു. ഞാൻ പറഞ്ഞു അവൈലബിൾ ആണ്. നമ്മൾ ഒന്നാമത് നമ്മൾക്ക് അങ്ങനെ കണ്ടമാനം പണി കിട്ടി നമ്മളങ്ങ് ക്ഷീണിച്ച് തളർന്നിരിക്കുന്നല്ലോ. അപ്പോഴോ എന്തെങ്കിലും ഒരു ജോലി വരുന്നു. വി ആർ വെരി താങ്ക്ഫുൾ ഫോർ വാട്ട് കംസ്. സോ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. അവർ നമ്മളുടെ ഫോട്ടോസ് ചോദിച്ചു, ഡീറ്റെയിൽസ് ചോദിച്ചു, എല്ലാം കൊടുത്തു. പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. പക്ഷേ നമ്മൾക്ക് ഈ ജോലിയുടെ ഏത് ബ്രാൻഡാണെന്നോ എഗെയിൻ ഒരു ഇൻഫർമേഷനും നമ്മൾക്ക് കിട്ടുന്നില്ല. ആൻഡ് ദെൻ ഷൂട്ടിൻ്റെ തലേ ദിവസം ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചു, ഇതൊരു ഏജൻ്റാണ്, പുള്ളിക്കാരിയോട് ചോദിച്ചു ആക്ച്വലി ഇതെന്താണ് ഷൂട്ട്, ഇനിയെങ്കിലും ഡീറ്റെയിൽസ് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇത് അങ്ങനെയല്ല. ഞാൻ ചോദിച്ചു ഇതിന് എന്താണ് ഫീസ്, ഇതിൻ്റെ ഫീസ് എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇതിന് ഫീസ് ഉണ്ടെന്ന് പോലും ഇതിന് വരുന്ന പല പേരൻസിനും അറിയത്തില്ല, ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ 1000 രൂപ കിട്ടും എന്ന് പറഞ്ഞു. ആൻഡ് ഐ വാസ് ലൈക്ക്, 1000 രൂപയുടെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഈ പിള്ളേർക്ക് അതിലൊക്കെ കൂടുതൽ കിട്ടാറുണ്ട്. സോ ഐ വാസ് ലൈക്ക്, സോ വാട്ട് കൈൻഡ് ഓഫ് എ ജോബ് ഇസ് ദിസ്?
എനിക്കൊരു സംശയം തോന്നി. ഞാൻ പറഞ്ഞു ഇത് എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടല്ലേ നമ്മൾ കമ്മിറ്റ് ചെയ്ത് പോയത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അയ്യോ മാം ഇനിയിപ്പം പറ്റത്തില്ല എന്ന് പറയല്ലേ, എനിക്കത് ബുദ്ധിമുട്ടാവും. നേരല്ലേ, പുള്ളിക്കാരി ഇത്രയും ജോലിയെല്ലാം ചെയ്ത് ഇത്രയും പിള്ളേരെ എല്ലാം ഒരുക്കി വെച്ച് അവസാന നിമിഷം നമ്മൾ ചെല്ലത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടല്ലേ. സോ ഐ സെഡ് ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നമുക്ക് പോയി ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി പെട്ട ജോലിയാണ്. ഞാൻ ഏതോ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തായിരുന്നു എന്ന് തോന്നുന്നു. 15.5 മണിക്കൂർ, രാവിലെ 6:15 നമ്മൾ റിപ്പോർട്ട് ചെയ്തു. നല്ല പ്രൊഡക്ഷൻ ടീം, നല്ല ഡയറക്ടർ, ബ്രാൻഡും നല്ലതാണ്. ഒന്നിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ആയി മാറ്റേണ്ട പിൻ ട്രബിൾ. പക്ഷേ 6:30 ആയപ്പോൾ ചെന്ന് പിള്ളേർ വാസ് ഓക്കെ. ഇറ്റ്സ് എ ക്രൗഡ് സീൻ. ക്രൗഡ് സീൻ ചെയ്യുന്നത് എന്താ മോശമാണോ? നമുക്ക് ചെയ്തുകൂടെ? അങ്ങനെയൊന്നുമല്ല. ക്രൗഡ് സീൻ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ക്രൗഡ് സീൻ ചെയ്യുന്നത് ആർക്കാണെന്ന് അറിയാമോ നല്ലത്? ഈ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ആക്ടേഴ്സിന്. അവർക്ക് ക്യാമറയെക്കുറിച്ചും ഡയറക്ഷനെ കുറിച്ചും ഈ ഒരു സെറ്റിനെ കുറിച്ചും ഇവിടെയുള്ള ഡിസിപ്ലിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ പറ്റിയ ജോലികളാണ് എക്സ്ട്രാ ജോബ്സ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ജോബ്സ്. പക്ഷെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫീച്ചേർഡ് ജോബ്സ് ചെയ്യുന്ന പിള്ളേര് എന്തിനാണ് ബാക്ക്ഗ്രൗണ്ട് എക്സ്ട്രാ ജോബ് ചെയ്യേണ്ട ആവശ്യം? ബാക്ക്ഗ്രൗണ്ട് എക്സ്ട്രാ ജോബ് എന്ന് പറഞ്ഞാൽ വെളിയിൽ പുറകിൽ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ക്രൗഡ്. അവരുടെ ആരെയും മുഖം നമ്മൾ കാണത്തില്ല, അവരൊരു നിഴല് പോലെ കാണത്തേ ഉള്ളൂ, അവരെ ആരെയും നമുക്ക് കാണാൻ പറ്റത്തില്ല. സോ അതുമല്ല, നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. ഈ വന്ന പിള്ളേർക്കൊന്നും കഷ്ടപ്പാട് അധികം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദേ ആർ യൂസ് ടു വന്നത് ഭൂരിഭാഗം പേരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു, ഫീച്ചേർഡ് ആക്ടേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരായിരുന്നു, ആദ്യമായിട്ട് ഈ ഫീൽഡിൽ വന്നവരായിരുന്നില്ല. സോ ഐ എം ടോട്ടലി വണ്ടറിങ് വൈ. എനിക്ക് തോന്നുന്നു അത് ആ ഒരു കാസ്റ്റിംഗ് മാനേജ് ചെയ്തവർക്ക് പറ്റിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ്. കാരണം അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പിള്ളേരെ ബാക്ക്ഗ്രൗണ്ടിന് വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. ബട്ട് പേരൻസ് ആർ ക്വൈറ്റ് ഹാപ്പി. എന്ത് ജോലി കിട്ടിയാൽ ഐ മസ്റ്റ് അഡ്മിറ്റ് ഞാൻ ഹാപ്പിയാണ്. എൻ്റെ പിള്ളേർക്ക് എന്നെ പണി കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. കാരണം അത് അവർക്കൊരു ആക്ടിവിറ്റിയാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്, അവരുടെ ക്രെഡൻഷ്യൽസിൽ ഒരു പേരും കൂടെ വരികയാണ്. സോ ഐ എം ഹാപ്പി. അങ്ങനെ തന്നെ വന്ന മിക്ക പേരൻസും അവരാരും കംപ്ലൈൻ്റ് ഒന്നും ചെയ്തില്ല. പക്ഷെ മിക്കവർക്കും ഇതാണ് പണി എന്നറിയത്തില്ലായിരുന്നു. ബട്ട് വി ഡിഡ് ഇറ്റ്. 15.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാത്രി 10 PM ഞാൻ പോയി അസിസ്റ്റൻറ്റ് ഡയറക്ടറോട് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ പിള്ളേരെ നിർത്തത്തില്ല. ബിക്കോസ് നമ്മുടെ പിള്ളേർ 7 മണിക്ക് ഉറങ്ങുന്ന പിള്ളേരാണ്. 10 മണി വാസ് ലൈക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ഒരു സിസ്റ്റം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സൊമാറ്റോയിൽ ഒരു പിസ്സ ഓർഡർ ചെയ്ത് അവരെ തീറ്റിച്ചു. സോ ദേ വർ നോട്ട് ഹംഗ്രി. ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മിക്ക പിള്ളേരും സന്തോഷത്തോടെ തുള്ളിച്ചാടിപ്പോയി ബിരിയാണി കഴിച്ചു. നമ്മുടെ പിള്ളേർ ബിരിയാണിയാണ് എന്ന് കണ്ടപ്പോൾ എലിയാന ലിറ്ററലി ക്രൈഡ്. അവൾ അവിടെ നിന്ന് കരഞ്ഞു. അപ്പോൾ എനിക്കും പാവം തോന്നി, ദൈവമേ, ഞാൻ ചോദിച്ച് മനസ്സിലാക്കാഞ്ഞുകൊണ്ടാണല്ലോ ഈ ജോലി അവർ ഏറ്റെടുത്തത്. സോ ഞാൻ വേറെ ഫുഡ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, 1/2 മണിക്കൂർ എടുക്കും ഫുഡ് വരാൻ, അപ്പോഴത്തേക്ക് അവർ തിരിച്ചു വിളിക്കും, സോ ലെറ്റ് us eat എന്ന് പറഞ്ഞ് താങ്ക്ഫുള്ളി ഇച്ചിരി വെള്ളച്ചോറുണ്ടായിരുന്നു, അവരത് മിക്സ് ചെയ്ത് കഴിച്ചു. ബട്ട് ദാറ്റ് ഈസ് ഹൗ സം ജോബ്സ് വർക്ക്. സോ എല്ലാം റോസി ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്ലാമറസ് ആണോ? അല്ല, ഇതിൻ്റെ പുറകെ നല്ല ഒന്നാന്തരം കഷ്ടപ്പാടുണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇസ്, ഞാൻ ഒരു ഇച്ചിരി ഒന്ന് ഇറിറ്റേറ്റഡ് ആയല്ലോ, പിള്ളേരെ വിളിച്ചുകൊണ്ടൊക്കെ ഞാൻ പോയില്ല. ഞാൻ അപമര്യാദയായിട്ടോ ഇൻഡീസൻ്റ് ആയിട്ടോ ആരോടും സംസാരിച്ചില്ല. വളരെ ഡീസൻ്റ് ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞു. ഇത്രയും മണിക്കൂറായി പിള്ളേർ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നു, ഇനി എങ്ങനെയാണ് ഞാൻ നിർത്തുന്നത്? ഞാൻ വിളിച്ചുകൊണ്ട് പൊക്കോട്ടെ ചോദിച്ചു, വിളിച്ചുകൊണ്ട് പോയി. ബട്ട് ദ നെക്സ്റ്റ് ഡേ ഇവർ ചെല്ലേണ്ടതായിരുന്നു, പക്ഷേ ഇവരെ അവർ അവോയ്ഡ് ചെയ്തു ബിക്കോസ് ഐ സ്പോക്ക്. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് അതൊരു വിഷമം തോന്നി. അവർ ചോദിച്ചു, മമ്മി എന്തിനാ പറഞ്ഞേ, ഞങ്ങൾക്ക് പോകാൻ ഇഷ്ടമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. സോ നമ്മളാരും ബുദ്ധിമുട്ടി, നമ്മളെ ആരും ഫോഴ്സ് ചെയ്ത് കഷ്ടപ്പെടുത്തിയൊന്നുമല്ല ഒന്നും ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയും ഉള്ള അനുഭവങ്ങൾ ഈ ഫീൽഡിലുണ്ട്. പിന്നെ മണി മാറ്റേഴ്സ്. നമ്മൾ ആദ്യമേ ഒരു ഫീസ് പറഞ്ഞ് സന്തോഷമായിട്ടൊക്കെയാണ് മിക്ക ജോലികളും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും നമ്മളുടെ ഡേ ഫീസ് എന്താണെന്ന്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഇഫ് ഐ എം ഓപ്പൺ വിത്ത് യു, ഇപ്പോൾ ഷെഖാന ഈസ് ആൻ ഇൻ്റർനാഷണൽ മോഡൽ. അവൾക്ക് ഇച്ചിരി കൂടിയ ഫീസാണ്. പക്ഷെങ്കിൽ അവൾ കൂടിയ ഫീസായാലും കുറഞ്ഞ ഫീസായാലും ഇൻ UK ടേംസ്
ഒരു പ്രോജക്റ്റാണ് അവരുടെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത്. നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ പ്രായം എന്താണ്, നമ്മളെ കണ്ടാൽ എത്ര സുന്ദരിയാണ്, അതൊന്നുമല്ല. ഒരു പ്രോജക്റ്റിന് ഇന്ന റോളിന് ഇത്ര പൈസ എന്ന് അവർ ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതവർ നമ്മളോട് പറയും, ഈ ജോലിക്ക് ഇത്രയാണ് പൈസ, നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ദാറ്റ് ഈസ്, അത് നമ്മളോട് ആദ്യമേ അപ്ഫ്രണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അത് ഒരു ഡെയിലി ഫീസ് ഉണ്ടാകും, പിന്നെ കോസ്റ്റ്യൂമിന് പോകാൻ ഒരു ഫീസ് ഉണ്ടാകും, പിന്നെ എന്തിനാണ് ഫീസ്, ഇല്ല കോസ്റ്റ്യൂമിന് പോകാനേ പൈസയുള്ളൂ. റീകോൾ, ഇപ്പോൾ ആദ്യം നമ്മളൊരു ഓഡീഷന് ചെന്നു, അത് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത് അവർ ഒന്നും കൂടെ നമ്മളെ കാണണമെങ്കിൽ അതിനും അവർ സാധാരണ £50 തരാറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ഡേ വേജ്, ഒരു ദിവസത്തെ കൂലിയുണ്ട്. പിന്നെ അവർ നമ്മളെ ആ പരസ്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു വർഷത്തേക്കുള്ള തുക, അത് യൂഷ്വലി എനിക്ക് തോന്നുന്നു ഫ്രം £1000 to £3500 £4000. ചില ബ്രാൻഡൊക്കെ നല്ല 10,000 and above ഒക്കെ കൊടുക്കുന്ന, അത്രയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ബട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇന്ത്യയിൽ വന്നപ്പോൾ ഈ ബൈ ഔട്ട് ഫീസ്, ഒരു വർഷത്തേക്കുള്ള പൈസ ഇവിടെ എവിടെയും ഉള്ളതായിട്ട് കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ബ്രാൻഡ് അംബാസിഡറായിട്ട് സൈനപ്പ് ചെയ്യണേ, അത് വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആയിരിക്കുമല്ലോ, അവർക്ക് മാത്രമേ അങ്ങനെ ഒരു ഫീസ് ഉള്ളൂ, അല്ലാതെ വേറെ ആർക്കും ഈ ഒരു വർഷത്തേക്ക് നമ്മളുടെ ഇമേജ് യൂസ് ചെയ്യുന്നതിനുള്ള ഫീസ് ഇല്ല എന്ന്. പക്ഷേ UK അതുണ്ട്. ഇവിടെ നമ്മൾക്ക് ഡെയിലി ചാർജസ് ആണ്. ഇവിടെ അവർ സാധാരണ നമ്മളോട് ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്, എത്രയാണ് നിങ്ങളുടെ ഡെയിലി റേറ്റ് എന്ന്. അപ്പം ആദ്യമൊക്കെ നമ്മൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് പറയാൻ, കാരണം എന്തോ റേറ്റ് പറയും, നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പം നമ്മൾ തന്നെ നമുക്കൊരു വില ഇട്ട് അങ്ങ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് അല്ലേ. പക്ഷേ ജോസ് ആലുക്കാസിന് അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചില്ല, അവരൊരു റേറ്റ് ഇങ്ങോട്ട് പറയുമായിരുന്നു. അതുകൊണ്ട് ദാറ്റ് ഗേവ് എസ് എ ഗൈഡ് ലൈൻ. ഓക്കെ, ഒരു ദിവസം നമുക്ക് ഇത്രയും ചോദിക്കാം എന്ന് ഒരു ഗൈഡ് ലൈൻ വെച്ചാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ജോസ് ആലുക്കാസിന് നമ്മൾ സെക്കൻഡറി ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഹീറോ ആർട്ടിസ്റ്റായിട്ട് പല ജോലിയും ആ പൈസയ്ക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് നമ്മൾക്ക് വലിയൊരു പ്രശ്നമല്ല. പിന്നെ പൈസ കിട്ടുന്ന കാര്യം, ഞങ്ങൾക്കിതുവരെ ഒരു ഏജൻറ്റിൽ നിന്ന് പൈസ വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. അത് ഒരിച്ചിരി തന്നു, പിന്നെ ഒരിച്ചിരി തന്നു, ഇപ്പോഴും ബാക്കി കുറച്ച് തരാനുണ്ട്. ബാക്കി നമ്മൾക്ക് അങ്ങനൊരു പ്രോബ്ലം വന്നില്ല. വേറെ ഒരു ഏജൻറ്റും തരാം എന്ന് പറഞ്ഞ ഡേറ്റിൽ തന്നില്ല, ഒരാഴ്ചയും കൂടെ ഡിലേ ചെയ്താണ് തന്നത്. ബട്ട് മോസ്റ്റ്ലി ഓൺ ദ മെജോറിറ്റി നമ്മൾ എടുത്ത് നോക്കിയാൽ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഇൻവോയ്സ് പ്രസൻറ്റ് ചെയ്യുന്നു. അവർ ആദ്യമേ തന്നെ 14 ദിവസമാണ് ഒരു നോം. നമ്മളൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നത്. ബട്ട് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് വി ആർ ഗെറ്റിംഗ് ജോബ്സ്. അതൊരു ഭയങ്കര എന്താ പറയുന്നത്, ഇറ്റ് ഈസ് സംതിങ്. ഞങ്ങൾ ന്യൂ കമേഴ്സ് ആണ് ഇവിടെ, ഞങ്ങൾ ന്യൂ കമേഴ്സ് ആണ്. നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല, വലിയ കോണ്ടാക്ട്സ് ഇല്ല. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന കാസ്റ്റിംഗ് കോൾസ് വെച്ച് അപ്ലൈ ചെയ്ത് നമുക്ക് ഇത്രയും ജോലിയൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത്, ഐ ടേക്ക് ഇറ്റ് ആസ് എ ബിഗ് തിങ്. ആൻഡ് എനിക്ക് മാത്രം പണിയൊന്നും കിട്ടുന്നില്ല, പക്ഷേ കിട്ടുമായിരിക്കും അല്ലേ എലിയാന? ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാണ്, ഇവർക്കൊക്കെ ഇഷ്ടംപോലെ ജോലി കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഏജ് ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവർക്കും ഇപ്പം ഇവരുടെയൊക്കെ അമ്മമാരായിട്ട് ഒരു ആളെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവരുടെ അമ്മ ആവാൻ എനിക്ക് പ്രായം കൂടിപ്പോയി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഗ്രാൻഡ് മദർ റോളിൽ അവരെടുക്കുന്നത് 60 and above ആണ്. അത്രയൊട്ട് ആയിട്ടുമില്ല. പണ്ട് ഈ അമുൽ ചോക്ലേറ്റിൻ്റെ ഒരു പരസ്യമില്ലായിരുന്നു, ടു ഓൾഡ് ഫോർ ഡിങ് ഡിങ്, ടു യങ് ടു ഡുങ് 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 എന്നൊരു പരസ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ മിഡിൽ സ്റ്റക്കായി കിടക്കുകയാണ്. എന്തെങ്കിലും വല്ല നല്ല പണിയൊക്കെ എനിക്കും കിട്ടുമായിരിക്കുമല്ലേ. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് വേറൊരു പണി കിട്ടിയിട്ടുണ്ട്, ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. നിങ്ങൾക്കറിയാലോ, ഐ എം ബേസിക്കലി എ ഹോം മേക്കർ. ഈ ഹോം മേക്കറിന് ഇപ്പൊ അറബി രാജ്യത്ത് പുതിയ പേരിട്ടു എന്നൊക്കെ കേട്ടു. എന്താ ജനറേഷൻ മേക്കറോ, അങ്ങനെ ഏതോ ഒരു അറബ് രാജ്യത്തെ രാജാവ് അവിടുത്തെ ഹോം മേക്കേഴ്സിന് പുതിയൊരു പേരിട്ടു എന്ന് കേട്ടു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. ഞാൻ എവിടെയോ കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കൊള്ളാലോ, അപ്പം നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് എലവേറ്റഡ് ആയല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെങ്കിൽ
എനിക്ക് ഈ ആരുടെയിലൊക്കെ ബർത്ത്ഡേ വന്നാൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഒരു ഇൻകം സോഴ്സ് അല്ലേ ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ളൂ. പിള്ളേരുടെ പൈസയിൽ ഞങ്ങൾ കൈയിട്ട് വരാറില്ല. അത് അവർക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ്. അവർക്ക് ഓരോരുത്തർക്കും ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്. അവർ ജോലി ചെയ്യുന്ന പൈസ സ്ട്രെയിറ്റ് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പോകും. ഞങ്ങൾ ടൈത്തിങ്ങിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡ് ഹീസ് ഓക്കെ വിത്ത് ടൈത്തിങ്. പക്ഷെ ടൈത്തിങ്ങിൽ ഞാൻ വിശ്വസിക്കുന്ന ടൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൻ്റെ 10% ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചേക്കുക എന്നുള്ളത്. എനിക്കതിൽ ഭയങ്കര വിശ്വാസമാണ്. സോ അവരുടെ ടൈത്ത് ഞാൻ മാറ്റിയിട്ട് ബാക്കിയുള്ള പൈസ അവരുടെ അക്കൗണ്ടിലിടും. വി ഡോണ്ട് ടച്ച് ഇറ്റ്. സോ നമ്മുടെ കുടുംബം നടക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒറ്റ ഇൻകമേ ഉള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് ഇന്നാരുടെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ എനിക്കൊരു സർപ്രൈസ് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയാൻ ഇച്ചിരി ഒരു വൈക്ലഭ്യം. എന്നാ വാക്കുകളൊക്കെയാണ് അല്ലേ, വൈക്ലഭ്യം. അതൊക്കെ ശരിയായിട്ടുള്ള വാക്കായിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ചീത്തയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇനിയിപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം അതിന് ഷെയിം എന്നല്ലേ അതിൻ്റെ അർത്ഥം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അറിയാതെ ഇങ്ങനെ തെറിയൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല വാക്കാണെന്ന് കരുതി. അങ്ങനെ ഒരു ഹിസ്റ്ററി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്തത്. ബട്ട് അതുകൊണ്ട് ഞാൻ എനിക്കായിട്ടൊരു ഇൻകം സോഴ്സ് പല സൈസിൽ നിന്ന് എനിക്ക് അല്ലറ ചില്ലറ പെറ്റി ക്യാഷ് കിട്ടാനുള്ള വഴിയെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇനിയൊരു വീഡിയോയിൽ ചെയ്യാം. സോ I think I have covered almost everything about modeling experience in Kerala. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചോ. എൻ്റെ അനുഭവത്തിൽ എനിക്കുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെയ്ത് ചോദിച്ചോ. എൻ്റെ ഇമെയിൽ ID is britishmalumam@gmail.com. പിന്നെ ഒത്തിരി പേർക്കും വരുന്ന ഒരു ചോദ്യം, ഞാൻ ഈ ഫീൽഡിലാണെന്ന് അറിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ അവർ നമ്മളെ കൊണ്ട് ചെയ്യിക്കുമോ എന്ന്. അതിനല്ലേ നമ്മുടെ വായിൽ നോ എന്ന് പറയാൻ കർത്താവ് നാക്ക് നിൽക്കുന്നത്. സോ ഞാൻ എങ്ങനത്തെ പണി ചെയ്യും എന്ന് എൻ്റെ ഏജൻസിന് അറിയാം. ഞാൻ എങ്ങനത്തെ പണി ചെയ്യത്തില്ല എന്നും എൻ്റെ ഏജൻസിന് അറിയാം. ഇപ്പം UK-ലാണെങ്കിൽ നമ്മുടെ പ്രൊഫൈല് ഇത് ചെയ്യുമ്പോൾ അവരിങ്ങനെ ചെയ്യും, അണ്ടർവെയറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ കംഫർട്ടബിൾ ആണോ, നിങ്ങൾ കിസ്സിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടോയെന്നല്ല, നിങ്ങൾ ഓക്കെ ആണോ, ഇച്ചിരി ഇൻറ്റിമേറ്റ് സീൻസ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ ഉള്ള നമ്മളിങ്ങനെ ടിക്കറ്റ് നോ 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 ചെയ്തു വിടാം. അപ്പോൾ അങ്ങനത്തെ പണിക്കൊന്നും നമ്മളെ ആരെയും വിളിക്കത്തില്ല. ചുമ്മാ അവരുടെ സമയം പോകും, നമ്മുടെ സമയം പോകും, അത്രയല്ലേ ഉള്ളൂ. സോ വെൻ വി ക്രിയേറ്റ് എ പ്രൊഫൈൽ, they know what we can do and we know what we are happy to do. നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നോ എന്നങ്ങ് പറയണം, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിനിപ്പോൾ എനിക്ക് പ്രായം കൂടി പോയതാണോ കൊണ്ടാണോ എന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ പിള്ളേരുടെ കാര്യത്തിൽ ഞാൻ അവരെ ഏത് ഷൂട്ടിന് പോയാലും ഐ എം ഓൾവേസ് വിത്ത് ദം. ഞാൻ അവരെ ഒറ്റയ്ക്ക് ഒരിടത്തും വിടാറില്ല. അതിപ്പോൾ ഷൂട്ടിനെന്നല്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഞാൻ അവരെ ആരുടെയും കൂടെ വിടാറില്ല. ബിക്കോസ് ഐ ടേക്ക് മൈ റെസ്പോൺസിബിലിറ്റി ആസ് എ മദർ വെരി സീരിയസ്ലി. എന്ന് കരുതി ഞാനാണോ അവരെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത്? അതല്ല, അതെൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അവരെ സൂക്ഷിക്കാൻ ദൈവത്തിനെ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്നെക്കൊണ്ടാകാവുന്ന ഞാൻ ചെയ്യുന്നു. എല്ലാ അമ്മമാർക്കും അത് ചെയ്യാൻ പറ്റും എന്നും ഞാൻ കരുതുന്നില്ല. അത് പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഇച്ചിരി മോശം അമ്മയായി പോയോ? നെവർ, ഡെഫിനറ്റ്ലി നോട്ട്. വി ഡു അവർ ബെസ്റ്റ്, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ, കർത്താവ് നോക്കിക്കൊള്ളും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ. അതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും വന്നാൽ നമുക്ക് ഒരു ക്യാമറയുടെ ഇച്ചിരി സമയത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, തിരിച്ചു വരും. സോ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഈ ഇൻഡസ്ട്രിയിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ എൻകറേജ് ചെയ്യത്തേ ഉള്ളൂ. ബിക്കോസ് എനിക്ക് ഇതിൽ നിന്ന് നല്ല എക്സ്പീരിയൻസസേ വന്നിട്ടുള്ളൂ ആൻഡ് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. ബട്ട് വൺ തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കണം. ക്യാമറ ഷൈ ആയിട്ടുള്ളവർക്ക് ഈ പണി പറ്റത്തില്ല. നാണിച്ചു പുറകോട്ട് പോകുന്നവർക്ക് ഈ പണി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ മോഹൻലാൽ ഇച്ചിരി നാണമൊക്കെ ഉള്ള ആളായിരുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഹീ ഈസ് ഹൈലി ടാലൻറ്റഡ് അല്ലേ. സോ മേ ബി ഹി ഓവർകെയിം, ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. ബട്ട് ഈ ഫീൽഡ് ഇഷ്ടമുള്ളവർക്ക്, ഈ ഫീൽഡ് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളവർക്ക് ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് ഫീൽഡ്. ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്ക്, എവിടെ ചെല്ലുമെന്ന് കാണാമല്ലോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.